നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന വിഷയം ആത്മകാരക ഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ ജെമിനി അസ്ട്രോളജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിച്ചുകൊണ്ടിരുന്നതിനകത്തുനിന്ന് നമ്മളിനി അടുത്തത് വളരെ വിശദമായിട്ട് ഓരോ സബ്ജക്റ്റുകൾ എടുത്തുനിന്ന് പഠിക്കാം. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് 6-ാം ഭാവത്തിൻ്റെ കാര്യം പറയുന്നില്ല? നമ്മൾ ഭാവചിന്തയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പകുതിക്ക് വെച്ചിട്ട് അത് നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം നമുക്ക് ആത്മകാരക ഗ്രഹത്തെക്കുറിച്ച് അത്യാവശ്യം വിശദമായിട്ട് പഠിക്കാം. എന്താണ് ആത്മകാരക ഗ്രഹം? ആത്മ എന്നാൽ എന്താണ്? സോൾ അല്ലെ? സോൾ നമ്മുടെ സോളാണ്. കാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അതിൻ്റെ സൂചന നൽകുന്ന സിഗ്നിഫിക്കേറ്ററാണ്. അപ്പം ആത്മാവിനെ കുറിച്ചുള്ള സൂചനകൾ തരുന്ന ഗ്രഹം ഏതാണോ അതാണ് ആത്മകാരക ഗ്രഹം. അത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഒരാളുടെ ജാതകം നോക്കുന്ന സമയത്ത് ആ ജാതകൻ്റെ ആത്മാവിനെ കുറിച്ച്, അതിൻ്റെ ഡീപ്പായിട്ടുള്ള ആ ജാതകൻ്റെ ഡീപ്പായിട്ടുള്ള ആത്മാവിൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ ആ സൂചന തരുന്ന ഗ്രഹം ഏതാണോ അതാണ് ആത്മകാരക ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മകാരക ഗ്രഹത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കിയാൽ വളരെ ലളിതമാണ്. 12 രാശിയിൽ നോക്കണം. ഒരു ഗ്രഹനില എടുത്തിട്ട് അതിൻ്റെ സ്ഫുടം എടുത്ത് നോക്കണം, ഡിഗ്രി എടുത്ത് നോക്കണം. ഡിഗ്രി എടുത്ത് നോക്കുമ്പോൾ ഓരോ രാശിയിലും എടുത്ത് നോക്കണം. എന്നിട്ട് ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനി, ഇങ്ങനെയുള്ള ചിലർ രാഹുകേതുക്കളെ എടുക്കുവേ. പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനി, അതായത് ആദിത്യനും സോമനും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചതാര ഗ്രഹങ്ങളും. ഇപ്പം 7 ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹമാണോ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നോക്കണം. 12 രാശികളിൽ ഏത് ഗ്രഹമാണ് രാശിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി സഞ്ചരിച്ചിട്ടുള്ളത് അതാണ് ആത്മകാരക ഗ്രഹം. അതിൽ ഈ 7 ഗ്രഹങ്ങളിൽ ഏതും വരാം. ഈ ആത്മകാരക ഗ്രഹത്തെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യം എന്തായാലും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പം നമ്മുടെ സോളിൻ്റെ ഡീപ്പായിട്ടുള്ള ആഗ്രഹമാണ് പുനർജന്മത്തിനും അല്ലെങ്കിൽ ജന്മത്തിനും കാരണമാകുന്നത്. അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിച്ച് ആ എനർജി പൂർണ്ണമായും പ്രപഞ്ചത്തിലേക്ക് വിലയപ്പെട്ടാൽ മാത്രമേ ഈ സോള് പരബ്രഹ്മമാണ്, പരമസത്യത്തിലേക്ക് ലയിക്കൂ എന്നുള്ളതാണ് ഭാരതീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ഈ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണയിൽ നിന്നും അസാധാരണതയിലേക്ക് വളരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടാണ് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത്. ഇറ്റേണൽ ആർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റേണൽ ആർട്ട് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയാം. കാരണം സെൽഫിൽ നടക്കുന്നതും പുറത്ത് നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനും അത് സഹായിക്കുകയും ചെയ്യുന്ന, അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റം വരുത്താനും ആഗ്രഹിച്ചിട്ടും ചില വിഷയങ്ങളിൽ നമ്മൾ ചിന്തപ്പെടുന്നു, ആഗ്രഹിച്ചിട്ടും ചില വിഷയങ്ങളിൽ പെടുന്നില്ല. എന്നാൽ ആഗ്രഹിക്കാതെ ചില വിഷയങ്ങളിൽ ചെന്നുപെട്ട് അത് നമുക്ക് ഗുണമായിട്ട് വരുന്നു. ചില വിഷയങ്ങൾ ആഗ്രഹിച്ച് ചെന്നുപെട്ടിട്ട് നമുക്കത് ഗുണമായിട്ട് വരുന്നില്ല. ഇങ്ങനെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതയാത്രക്കിടയിൽ നിരവധികളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഓരോ മനുഷ്യനും അറിഞ്ഞോ അറിയാതെയോ കടന്നു പോകുന്നത്. ഇവിടെ ഒന്നും തന്നെ നമ്മളുടെ യുക്തിക്ക് പലപ്പോഴും ഗുണമുണ്ടാവുന്നില്ല. ചിലയിടത്ത് യുക്തികൾ വിജയിക്കുന്നു, ചിലയിടത്ത് അതേ യുക്തികൾ തന്നെ പരാജയപ്പെടുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ടൂളാണ് വാസ്തവത്തിൽ അസ്ട്രോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് അതാണ്. അതിൽ നിന്നും ജനനം മുതൽ മോക്ഷം വരെയുള്ള വിഷയമാണ് ഈ ശാസ്ത്രം പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ധർമ്മ അർത്ഥ കാമ മോക്ഷ ത്രികോണങ്ങളാൽ
ആണ് ഈ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹനില ഒരു ഋഷി അതിനനുസരിച്ച് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രവും കൂടിയാണ് ജ്യോതിഷം. അപ്പം ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സാധാരണ ബാധ അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ചില വിഷയങ്ങൾ പൂജ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമല്ല. അതിനൊക്കെ അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമല്ല. ഇത് സ്വയം പഠിക്കുകയും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ തിരിക്കാനും ജീവിതത്തെ എനിക്കിഷ്ടമുള്ളത് ഏതാണെന്നും ഇഷ്ടമല്ലാത്തത് എന്താണെന്നും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ് തരുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പം ഒരു എനർജി, പ്രപഞ്ചത്തിൻ്റെ ഉള്ള സർവ്വ എനർജികൾ നമുക്ക് കിട്ടേണ്ടതെല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് അല്ലേ? നമുക്ക് നഷ്ടപ്പെടേണ്ടതും ഇവിടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ നേടുന്നതും നേടാത്തതുമെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പം ആ ഒരു ഊർജത്തെ നമ്മുടെ അടുത്തേക്ക് നമുക്ക് വേണ്ടതിന് എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളതാണ് ആയി മാറുന്നത്. അനേകായിരം കാര്യങ്ങളുള്ളതിൽ എനിക്ക് എന്തുകൊണ്ട് ഇന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു, അനേകായിരം കാര്യങ്ങളുള്ളതിൽ എനിക്ക് എന്തുകൊണ്ട് ഇന്ന വിഷയം ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയുള്ളത് തിരിച്ചറിയാനും അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാനും പാസ്റ്റിലേക്ക് അതുപോലെ ഫ്യൂച്ചറിലേക്കും അതുപോലെ തന്നെ പ്രസൻറ്റിലും ഇതിനെയൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ, അതായത് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കർമ്മ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസും തമ്മിൽ എങ്ങനെ ഹാർമണൈസ് ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ജ്യോതിഷം പോലുള്ള ഒരു ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ എനർജികളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ എനർജി മാനിഫെസ്റ്റ് ചെയ്ത രീതികൾക്കനുസരിച്ച് ബോഡി കൊണ്ടും മൈൻഡ് കൊണ്ടും ഇൻ്റലക്റ്റ് കൊണ്ടും നമ്മളതിനെ മനസ്സിലാക്കും. അതായത് ഭൗതികപരമായിട്ടുള്ള നാമരൂപങ്ങളിലൂടെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ആ എനർജിയുടെ ഇത്. ബാക്കിയൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ രൂപം പ്രാപിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഉപകരണങ്ങളെ കൊണ്ട്, ഇൻസ്ട്രുമെൻസിനെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ള ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏൻഷ്യൻ ആർട്ടിലേക്ക് തിരിയുന്നവർക്ക്, എസ്പെഷ്യലി അസ്ട്രോളജി പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നവർക്ക് ജെമിനി അസ്ട്രോളജിയെ തൊടാതെ പോകാൻ കഴിയത്തില്ല. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വിഷയവും കൂടിയാണ് ആത്മകാരക ഗ്രഹം. ഞാൻ പറഞ്ഞു, ആത്മകാരക ഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ഈ ആത്മകാരക ഗ്രഹം ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഏത് ഗ്രഹവുമായി യോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി ഈ വ്യക്തി അയാളുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും അയാളുടെ സോളിൻ്റെ പ്യൂരിഫിക്കേഷൻ, ആത്മനിർവൃതി അണയാൻ വേണ്ടിയിട്ട് അയാൾ എന്താണ് ചെയ്യേണ്ടതെന്നും അയാളെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ജീവിത ലക്ഷ്യത്തിനും എന്താണ് വേണ്ടത് എന്നുള്ളതും ആത്മകാരക ഗ്രഹം നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ മുൻജന്മങ്ങളിൽ ചെയ്ത് പൂർത്തീകരിക്കാത്ത സബ്ജക്റ്റുകൾ അതിശക്തമായിട്ട് ആഗ്രഹിച്ച് വളരെ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ട്, പക്ഷേ ആ എഫേർട്ടിനനുസരിച്ച് പ്രപഞ്ചം ഉരുത്തിരിഞ്ഞ് വരാതെ വരുമ്പം, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചെയ്യുന്ന അത്രയും എഫേർട്ട് ഇട്ടാലും പക്ഷെ അത് വിരിയാൻ കുറച്ച് സമയമെടുക്കും. പ്രപഞ്ചത്തിൽ അത് ആയി വരാൻ, ഒരു ചെടി വെച്ചാൽ പോലും അത് കൃത്യമായി പൂക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പൂ വരണമെങ്കിൽ അതിനൊരു കാലമുണ്ട്. അപ്പോൾ ആ കാലം കാത്തിരിക്കാതെ ശരീരം ഉപേക്ഷിക്കപ്പെട്ടു പോയ ജന്മം വീണ്ടും ഒരു ജന്മം എടുത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടതും ഏറ്റവും കൂടുതൽ തോട്ട്സ് എങ്ങനെയാണോ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തത് ആ കാര്യവുമായിട്ട്, ആ കാര്യത്തിൻ്റെ കാരകനായിട്ട് പറയുന്ന ഗ്രഹം അവർക്ക് ഈ ജന്മത്തിൽ ആത്മകാരകനായി വരും. ഉദാഹരണത്തിന് സ്പിരിച്വാലിറ്റിയിലാണ് കൂടുതൽ എഫേർട്ട് ഇട്ടെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റായിട്ടാണ് ആഗ്രഹിച്ചെങ്കിൽ വ്യാഴം വരും. അല്ലെങ്കിൽ ആ പൊളിറ്റീഷ്യൻ ആവണം, അല്ലെങ്കിൽ രാജാവാവണം, അങ്ങനെയൊക്കെ ശക്തമായിട്ട് ആഗ്രഹിച്ച ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രവി ആത്മകാരകനായിട്ട് വരും. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പം അങ്ങനെ
എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതിനനുസരിച്ച് നടത്തി തരാൻ വേണ്ടി അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മം അവരുടെ വാസനകളും കാര്യങ്ങളുമെല്ലാം അതിനനുസരിച്ചായിട്ട് ശ്രമിക്കും, അല്ല ആഗ്രഹിക്കും. അപ്പം മുൻജന്മത്തിൽ പൂർത്തീകരിക്കാത്ത കർമ്മഫലങ്ങളുടെ സൂചനകൾ തരുന്നതാണ് ആത്മകാരഗ്രഹം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഈ ആത്മകാരഗ്രഹം തന്നെ വക്രവും കൂടെ ആയാൽ, റെട്രോഗ്രേഡും കൂടെ ആയാൽ പിന്നെ പറയുകയും വേണ്ട. അവർക്ക് ആ വിഷയം, ആത്മകാരകനായിരിക്കുന്ന ഗ്രഹം വക്രഗ്രഹവും കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ അവർക്ക് ആ ഗ്രഹത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിരിക്കും. ഇതിൽ ഒരു സംശയമില്ല, 100% ഉറപ്പാണ്, എത്തിപ്പെട്ടിരിക്കും. ഇത് എത്ര വേഗം നടക്കും, എത്ര എഫേർട്ട് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് രാശിയുടെ അവസാനത്തെ ഡിഗ്രി, ആത്മകാരകൻ നിൽക്കുന്ന രാശിയുടെ അവസാനത്തെ ഡിഗ്രി, 30ാമത്തെ ഡിഗ്രിയും ഈ ഗ്രഹം നിൽക്കുന്ന ഡിഗ്രിയും തമ്മിലുള്ള ദൂരം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് 25ാമത്തെ ഡിഗ്രി, ഒരു രാശിയിൽ 25ാമത്തെ ഡിഗ്രിയിലാണ് ഒരു പ്ലാനറ്റ് നിൽക്കുന്നതെങ്കിൽ പിന്നെ 5 ഡിഗ്രിയും കൂടിയുള്ള ആ രാശി പൂർത്തീകരിക്കാൻ, അപ്പോൾ അവരുടെ കർമ്മം പൂർത്തീകരിക്കാൻ, അവർക്ക് ആഗ്രഹം സാഫല്യം വരാൻ വേണ്ടിയിട്ട് ഈ 5 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ അത്രയും മതി. എന്നാൽ ഒരു 20 ഡിഗ്രിയാണ് ആത്മകാരഗ്രഹം ഒരു രാശിയിൽ നിൽക്കുന്നത് എങ്കിൽ 20 മുതൽ 10 വരെയുള്ള, അപ്പോൾ ഒരു രാശിയുടെ 1/3 ഭാഗവും കൂടി ഇനി സഞ്ചരിക്കാൻ ആ ഗ്രഹമുണ്ട്. അപ്പോഴാണ് ആത്മകാരഗ്രഹം ഒരു ഗ്രഹമായി വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് ഇടണം. അപ്പോൾ ആത്മകാരഗ്രഹവും രാശിയുടെ സന്ധിയും, രാശി തീരുന്ന ഭാഗവും അവസാനത്തെ ഡിഗ്രിയും തമ്മിൽ എത്രത്തോളം ദൂരം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം അവരുടെ എഫേർട്ടിൻ്റെ, അവരുടെ ആ വിഷയം, അവരാഗ്രഹിക്കുന്ന ആ വിഷയം അവർക്ക് അനുഭവമായി വരാൻ അത്രയും സമയം എടുക്കത്തുള്ളൂ. ദൂരം കുറയും തോറും പെട്ടെന്ന് വരും, ദൂരം കൂടുന്തോറും സമയമെടുക്കും, എഫേർട്ട് ഇടും, ഡെസ്പാവും. വീണ്ടും എത്ര ഡെസ്പായാലും, ഈ ആത്മകാരഗ്രഹത്തിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഡെസ്പായാലും അതിനേക്ക് ഇനി എനിക്ക് വേണ്ട, ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് വിട്ട് കളഞ്ഞാൽ വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആന്തരികപരമായിട്ടുള്ള സ്വഭാവങ്ങളെ ആത്മകാരഗ്രഹത്തിലൂടെ മനസ്സിലാക്കാമെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ദൗർബല്യങ്ങളെ, വീക്ക്നെസ്സുകളെ, ഈ എന്തൊന്ന് വിഷയമാണോ ആത്മാർത്ഥമായിട്ട് ആവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പോലെ തന്നെ അത് പൂർണ്ണ ശുദ്ധനായി നിൽക്കുന്ന ഒരു ആത്മകാരഗ്രഹമാണ്. അപ്പം ആ പൂർണ്ണതയിലേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് എന്തൊന്ന് കാരണം കൊണ്ടാണോ പൂർണ്ണമാവാത്തത് അതേ ഗ്രഹത്തിൻ്റെ സൂചനകൾ ഇതിനകത്തുണ്ടാകും. ഉദാഹരണത്തിന് വ്യാഴം ആത്മകാരഗ്രഹമായി നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തോ അതിൻ്റെ നിൽക്കുന്ന രാശിയുടെ അധിപനോ ശുക്രനാവുകയും, ശുക്രൻ ലഗ്നാൽ അത്ര സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴം ആത്മകാരഗ്രഹമാകുമ്പം ശുക്രൻ്റെ ഈ ക്യാരക്ടറും വ്യാഴത്തിൻ്റെ ക്യാരക്ടറും തമ്മിൽ ഉള്ളിലൊരു കടുത്ത വടംവലി ഉണ്ടാകും. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആത്മകാരകൻ്റെ ആഗ്രഹം, ആ ഒരു പൂർത്തീകരണത്തിലേക്കൊരു സോൾ എത്താൻ വേണ്ടിയിട്ട് ഈ ശുക്രൻ്റെ കാരകത്വത്തിലുള്ള ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് വരും. ഉദാഹരണം, ഒരു ആധ്യാത്മികതയിലൂടെയോ ഈശ്വരീയ വിഷയങ്ങളിലൂടെ പരമാവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുമ്പോൾ ശുക്രൻ്റെ കാരകത്വത്തിലുള്ള മറ്റ് ഭൗതികപരമായ വിഷയങ്ങളിൽ പോയിട്ട് അവരുടെ സോളിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് മാറ്റം വന്നിട്ട് ഈ ശുക്രൻ്റെ പുറകിന് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് പോവും. വീണ്ടും ഈ ആത്മകാരഗ്രഹം അത്രയും ശക്തമായതുകൊണ്ട്, പൂർവജന്മമായിട്ടുള്ള ആഗ്രഹമായതുകൊണ്ട് തന്നെ വീണ്ടും അത് വലിച്ചുകൊണ്ട് വരും. വീണ്ടും സ്പിരിച്വാലിറ്റി വരും, മുന്നോട്ട് പോവും, വീണ്ടും വരും, പോവും, വരും, ഇങ്ങനെ നിൽക്കും. അപ്പം എന്നാൽ ആത്മകാരഗ്രഹങ്ങൾ മറ്റൊരു ഗ്രഹങ്ങളുമായി ദുഷിക്കാതിരിക്കുകയും മറ്റൊരു ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരാതിരിക്കുകയും ഒറ്റ സ്ഥലത്ത് തന്നെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒറ്റയ്ക്കാണ് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ സോളിൻ്റെ ആഗ്രഹം അവർക്ക് സാധിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആത്മകാരഗ്രഹത്തിൻ്റെ ദശ നമ്മുടെ വിംശോത്തരി നക്ഷത്ര ദശയല്ല കേട്ടോ. ഇവിടെ ജെമിനി അസ്ട്രോളജിയിൽ രാശിദൃഷ്ടിയും അതുപോലെ തന്നെ ചില കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ദശ എന്ന് പറയുന്നത് ജെമിനി ദശയാണ്, വിംശോത്തരി നക്ഷത്ര ദശയല്ല. അപ്പോൾ ജെമിനി ദശയിൽ, വിംശോത്തരി നക്ഷത്ര ദശ അല്ലാതെ ജെമിനി ദശയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറുകളിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറാണ് ജഗന്നാഥഹോര. ജഗന്നാഥഹോര ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെമിനി ദശയൊക്കെ കിട്ടും. ഇഷ്ടംപോലെ ദശയുണ്ട് അതിനകത്ത്. ജെമിനി ദശയ്ക്കകത്ത്
ഈ ആത്മകാരക ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന സമയത്ത് ഉറപ്പായും അനുഭവമുണ്ട്, ഞാൻ പലരുടെയും നോക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കും. എനിക്ക് ഇനിയൊന്നും ജീവിച്ചാൽ പറ്റത്തില്ല, ഇത്രയും കാലമൊക്കെ ഇങ്ങനെയായി, പക്ഷെ എൻ്റെ ലക്ഷ്യം, എനിക്കെന്തോ ലക്ഷ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുകയും സ്പിരിച്വൽ ഇൻക്ലൈനേഷൻ, ആന്തരികമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഉണർവ്, പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇവരെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയേ, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. പക്ഷേ പല വീക്ക്നെസ്സുകൾ ഉണ്ടാവാം, പക്ഷേ ഈ സമയത്ത് കുറവുകളില്ലാത്ത മനുഷ്യരില്ലല്ലോ. പക്ഷേ ഈ സമയത്ത് ഈ ആത്മകാരക ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന സമയത്ത് സ്പിരിച്വലിയും അതുപോലെ തന്നെ എനിക്ക് ഈ ജന്മം നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ജന്മം ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആന്തരിക ഉണർവ്, ആന്തരികമായിട്ടുള്ളൊരു തെള്ളൽ, നമ്മൾ പറയത്തില്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് എന്തൊരു സാധനം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയില്ല, ആ ഒരു ഫീല് ഉറപ്പായിട്ടും ഉണ്ടാവും. നവാംശ ചാർട്ടിൽ ഈ ആത്മകാരക ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് നല്ല പ്രാധാന്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവാംശ ചാർട്ടിൽ D1 എന്ന് പറയുന്നത് ഒരാളുടെ ഫേസ് ആണെങ്കിൽ നവാംശ ചാർട്ട് എന്ന് പറയുന്നത് അയാളുടെ മനസ്സാണെന്നാണ് പറയുന്നത്. അപ്പം മനസ്സിൻ്റെ സ്വഭാവങ്ങളെ, മനസ്സിൻ്റെ വാസനകളെ കൃത്യമായിട്ടും D9 നവാംശ ചാർട്ടിലൂടെ മനസ്സിലാക്കാം. അപ്പം D1 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനില എന്ന് പറയുന്നത് നമ്മൾ തരുന്ന സൂചനകളാണെങ്കിൽ അതിൻ്റെ അംശകം വരുന്നത് കാരകാംശകം എന്നാണ് ഇവിടെ ജെമിനിയിൽ പറയുന്നത്. കാരണം കാരഗ്രഹം അംശിച്ചിരിക്കുന്നത്, ഗ്രഹാണാം അംശകം ബലം എന്നൊക്കെ നമ്മുടെ പരാശരി ജ്യോതിഷത്തിൽ പറയും. പക്ഷെ ഇവിടെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജെമിനി അസ്ട്രോളജിയിൽ രീതിയിൽ നോക്കുമ്പം കാരകാംശകം തരുന്ന സൂചന ഫ്രൂട്ട്ഫുൾ ആവുമോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അത് നവാംശക ചാർട്ടിൽ കാരകാംശക ലഗ്നത്തിൽ, അതായത് ലഗ്നം നിൽക്കുന്ന രാശിയിൽ നിന്നും എത്രാമത്തെ ഭാവത്തിലാണ് കാരകഗ്രഹം നിൽക്കുന്നത് എന്നുള്ളത് നോക്കി നമ്മുടെ ഗ്രഹനിലയും D9 ചാർട്ടും രണ്ടും കൂടെ നോക്കിയിട്ട് വിലയിരുത്തുമ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഈ കാരകഗ്രഹം ഈ ജന്മം ഇയാൾക്ക് ഫലമായി തരും, എഫേർട്ടിനനുസരിച്ചുള്ള ഗുണം എത്രത്തോളം ഫലമായിട്ട് നമ്മൾക്ക് കിട്ടും എന്നുള്ളത് കാരകാംശകം അല്ലെങ്കിൽ നവാംശ ചാർട്ടിലെ കാരഗ്രഹം നിൽക്കുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഭാവം, അതേപോലെ തന്നെ യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹം, ഇതെല്ലാം വെച്ച് നമുക്ക് സൂചനകൾ തരികയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് പറയാൻ. ജ്യോതിഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് കർമ്മഫലങ്ങളും നമ്മുടെ സമയവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാവും. കാലമാണ് നിയോഗിക്കുന്നത്, കാലവും കർമ്മവും തമ്മിലുള്ള ബന്ധം മനസ്സിലാവും. പൂർവജന്മ കർമ്മങ്ങളെക്കുറിച്ചും പ്രസൻറ്റിലുള്ള കർമ്മവും ഇനി ഫ്യൂച്ചറിൽ എന്താണ് നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ളതെന്നും സഞ്ചിത പ്രാരാബ്ധ ആഗമികങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൽ ദൃഢമേതാണെന്നും, അതായത് ഫിക്സഡായിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടുന്നു, എന്നാൽ ഫ്ലെക്സിബിളായിട്ടുള്ളത്. നമ്മൾ പൊതുവേ ഇന്നത്തെ കാലത്ത് കർമ്മം എന്ന വാക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം എടുത്ത് അങ്ങോട്ട് എറിയുന്നു, അതേപോലെ എനിക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ എടുത്തെറിഞ്ഞാൽ അത് തിരിച്ചു വരാം, ചിലപ്പോൾ അത് വേറെ വഴിക്കൂടെയും വരാം, ചിലപ്പോൾ അത് എടുത്തെറിയുന്നതിന് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ എനിക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനെയൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ആണ്. നമ്മുടെ യുക്തിക്കപ്പുറമാണത്. കാരണം ചിലത് പ്രാർത്ഥിച്ചാൽ മാറും, ചിലത് അനുഭവിച്ചാലേ മാറും, ചിലത് സുഹൃതങ്ങൾ ചെയ്താൽ മാറും. ഇതിനനുസരിച്ചാണ് നമ്മൾ പരിഹാരങ്ങൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഈ കർമ്മഫലത്തെ ദൂരീകരിച്ച് മോക്ഷത്തിലേക്ക് പോകാൻ, ഈശ്വരൻ്റെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിക്കാനുള്ള പരമമായ അവസ്ഥയിലേക്ക് എത്താൻ ഋഷിമാർ പറയുന്നത് വഴിപാടുകളും പൂജയും മാത്രമല്ല, ഓരോ കർമ്മത്തിനും ഓരോതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മവും ടൈമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം, കർമ്മവും ധർമ്മവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കളക്റ്റീവ് നേച്ചർ ഓഫ് കർമ്മ, പല തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അത് പഠിച്ചു വെച്ചാൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇതെങ്ങനെയൊക്കെ, ഇപ്പോൾ രോഗം വരാൻ സാധ്യത ഇത്രാമത്തെ വയസ്സ് മുതൽ ഇന്ന ആളിനുണ്ട്, ഇത്ര ദശയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് തുടക്കം മുതലേ അവരുടെ റൊട്ടീൻ, ആ ജാതകം പഠിച്ച അയാളുടെ റൊട്ടീൻ
ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആക്കണം, സ്ലീപ്പിംഗ് അങ്ങനെ ആക്കണം, നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെ ആക്കണം, നമ്മുടെ എക്സസൈസുകൾ അങ്ങനെ ആക്കണം, നമ്മുടെ ജീവിത ശൈലികൾ എല്ലാം അങ്ങനെ ആക്കണം. അതിനനുസരിച്ച് ഇന്നർ വർക്കും ചെയ്യണം. ഈ പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങൾ, നമ്മുടെ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് ചെയ്യണം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ അലർജറ്റിക് രോഗങ്ങൾ, ഇപ്പോൾ രാഹു പിഴച്ചാൽ, അപ്പോൾ അല്ലെങ്കിൽ ശനിയുടെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർത്രൈറ്റീസ് പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് 45-ാമത്തെ വയസ്സിൽ നടുവിന് വേദന വരുമ്പോഴാണ് അസ്ട്രോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ശനിയുടെ ദശ വല്ലതുമായിരിക്കും, മാരകനായിട്ടോ അല്ല ആറി നിൽക്കുന്ന ശനിയുടെ ദശ വരുമ്പോഴായിരിക്കും ഈ വിഷയം പുറത്തേക്ക് വരുന്നത്, ആർത്രൈറ്റീസിൻ്റെ ഒരു വിഷയം. പക്ഷേ ഇത് കുട്ടിക്കാലത്ത് നമുക്ക് മനസ്സിലാക്കിയാൽ ആർത്രൈറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചുള്ള ജീവിതശൈലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, നമ്മുടെ സ്ലീപ്പിംഗ് സ്റ്റൈൽ കൊണ്ട്, നമ്മുടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് രീതികൾ കൊണ്ട്, അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ രീതി കൊണ്ട്, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളുടെ രീതി കൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ വർക്കിന് വേണ്ടിയിട്ട്, ആന്തരികമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, ചാൻഡിങ്ങൾ, പ്രാർത്ഥനകൾ, പ്രയറുകൾ, ധ്യാനം, നമ്മുടെ എല്ലാ മേഖലകളിലും, ഇപ്പോൾ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അത് ഇടപെടേണ്ടെങ്കിൽ അങ്ങനെ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇടപെടേണ്ടെങ്കിൽ അങ്ങനെ, ധ്യാനപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇടപെടേണ്ടെങ്കിൽ അതങ്ങനെ, അതിനെല്ലാം വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ഞാനത് പറഞ്ഞ ആർട്ട് ഓഫ് ഒബ്സർവേഷനാണ്, അല്ലെങ്കിൽ ഇറ്റേണൽ ആർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷനാണ്. ആന്തരികവും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിയെടുക്കാൻ നമുക്കൊരു കൈത്താങ്ങായിട്ട് സഹായിക്കുന്ന ശാസ്ത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ആത്മകാരാഗ്രഹം. ഒരുപാട് പേരിത് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് പേര് അതിനനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആത്മകാരാഗ്രഹം ഏതാണെന്ന് അവരവരുടേത് ഒന്ന് നോക്കി വെക്കുക. നോക്കി വെച്ച് കഴിയുമ്പം ആ ഗ്രഹത്തിൻ്റെ കാരകത്വവും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ടോ നിങ്ങളുടെ വീക്ക്നെസ്സുകളുമായിട്ടോ അതിനൊരു ബന്ധമുണ്ടോ എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവരവരുടെ ആത്മകാരഗ്രഹം ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഏത് ഗ്രഹമാണെന്നുള്ളത്, ആ ഓരോ ഗ്രഹത്തെ പറ്റിയും പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. 9 പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്തുണ്ട്. ഏതാണോ നിങ്ങളുടെ ആത്മകാരഗ്രഹം, ആ ആത്മകാരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോയി കണ്ടു നോക്കിയിട്ട് അടുത്ത ആഴ്ച വരിക. അപ്പോൾ വിശദമായിട്ട് ആത്മകാരഗ്രഹം, ഓരോ ഗ്രഹങ്ങളും ആത്മകാരകമായാൽ എന്തൊക്കെയാണ് ഫലം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമസ്കാരം.